ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ രാഹുലിനെ വിചാരണ ചെയ്യാണ്ടോ കോടതിയിൽ രാഹുലിനോട് ചോദിക്കേണ്ടത് അല്ല, നിങ്ങൾ ഈ രാത്രി സമയത്ത് തന്നെ പെങ്ങളുടെ വീട്ടിൽ പോകാൻ കാരണം എന്താണ്? അല്ല, പെങ്ങളുടെ വീട്ടിൽ പോകാനുണ്ടെങ്കിൽ രാവിലെ ഒത്തിരി നേരം ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും രാഹുൽ പറയണ്ടേ, എനിക്ക് രാത്രി എൻ്റെ പെങ്ങളെ കാണണമെന്ന് തോന്നി, അപ്പോൾ അവളുടെയും കൂടെ അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത്. അല്ല, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ കയറിയ സമയത്ത് അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ രാഹുൽ അപ്പോൾ തന്നെ രാഹുലിൻ്റെ വക്കീലിൻ്റെ മുഖത്തേക്ക് നോക്കണം. അയാൾ പറഞ്ഞോ എന്നിങ്ങനെ കാണിക്കുന്നുണ്ട്. അതെ, എൻ്റെ പെങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് പെങ്ങളുടെ ഭർത്താവും മകനും ഒന്ന് വീട്ടിലില്ലായിരുന്നു. ഞാൻ പെങ്ങളുടെ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെങ്ങളുടെ ഭർത്താവും അതുപോലെ തന്നെ മകനും കൂടി വന്നിട്ട് എൻ്റെ നേരെ ചാടിക്കടിക്കുകയും എൻ്റെ തലതല്ലി പൊട്ടിക്കുകയും ചെയ്തത് അപ്പോഴാണ് എന്ന് പറയാണ്. അത് കേൾക്കുന്നത് വക്കീൽ പറയുന്നുണ്ട്, അല്ല, നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എങ്ങനെയാണ് പോയത്? നിങ്ങളുടെ പെങ്ങൾ വാതിൽ തുറന്നതാണോ അത് നിങ്ങൾ തുറന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ പെങ്ങൾ വാതിൽ തുറന്നു വന്നതാ. ഓഹോ, രാഹുലിനൊരു വലിയ തെറ്റ് പറ്റിയല്ലോ. അതെ, പിൻവശത്തെ വാതിലെ നിങ്ങൾ തോക്കുപയോഗിച്ച് പൊട്ടിച്ച് തുറക്കുന്ന രംഗങ്ങൾ CCTV ക്യാമറയിലുണ്ട്. നിങ്ങൾ ഇത്ര മണ്ടനാണോ? ഇപ്പം CCTV ക്യാമറ ഇല്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ? അഥവാ ഇല്ലെങ്കിൽ പോലും തൊട്ടടുത്ത വീട്ടിലെങ്കിലും CCTV ക്യാമറ ഉണ്ടാവും. നിങ്ങൾ വാതിൽ തോക്കുപയോഗിച്ച് ഷൂട്ട് ചെയ്ത് തുറന്ന് പിന്നാമ്പുറത്തോടെ അകത്ത് കയറുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ യുവർ ഓണർ ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് വക്കീൽ പറയാണ്. ജഡ്ജി അത് നോക്കുന്നുണ്ട് കേട്ടോ. രാഹുലിനെ പിന്നെ എന്ത് പറയണമെന്നറിയില്ല. ശേഷം രാഹുലിനോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അത് മറ്റൊന്നും മിണ്ടാതിരിക്കുകയാണ്. ശരി, എനിക്കിതിന് കൂടുതൽ വിവരങ്ങൾ വിചാരണ ചെയ്യാനായിട്ട് ഇതിലെ അദ്ദേഹത്തിൻ്റെ പെങ്ങളായിട്ടുള്ള രൂപേനെ വിചാരണ ചെയ്യണമെന്ന് വക്കീൽ പറയുമ്പോൾ ശരി, പ്രൊസീഡ് എന്ന് പറയാണ്. അപ്പോൾ രൂപവിലാസത്തിൽ രൂപ ചന്ദ്രസേനൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രൂപ വരുന്നുണ്ട്. രൂപ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ജഡ്ജിന് ഇത് പറയുന്നുണ്ട്. നിങ്ങളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും രൂപ എന്ന് പറയാണ്. അല്ല, നിങ്ങളും നിങ്ങളുടെ ആങ്ങളെയും തമ്മിലുള്ള പ്രശ്നം എന്താണ് ശരിക്കും എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെ ആങ്ങളെ പറയണത് നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകനും കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ആങ്ങളെനെ ഉപദ്രവിച്ചു എന്നാണ് പറയണത്. അതിലെന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രൂപ പറയുന്നുണ്ട്, ഒരിക്കലും ശരിയല്ല. അല്ല, നിങ്ങളും നിങ്ങളുടെ ആങ്ങളെയും തമ്മിൽ തെറ്റാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടായല്ലോ, സരിയു കൺസ്ട്രക്ഷൻ, അതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ രൂപ പറയേണ്ടത്, ആ കമ്പനി സരിയു കൺസ്ട്രക്ഷൻ ആയിരുന്നു. ഞാനും എൻ്റെ ആങ്ങളെ കൂടി നടത്തിയിരുന്ന ഒരു കമ്പനിയായിരുന്നു. ഓഹോ, നിങ്ങളുടെ ആങ്ങളെ കൂടി നടന്ന കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ആ കമ്പനി തുടങ്ങിയതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അല്ല, ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ് ആ കമ്പനി തുടങ്ങിയത്. ശേഷം ഭർത്താവ് ഇവിടുന്ന് പോയപ്പോഴേക്കും ഞാനും ആങ്ങളെയും കൂടിയിട്ടാണ് ആ കമ്പനി നോക്കിയത്. ഇപ്പോൾ എൻ്റെ മക്കളെക്കാളും ഞാൻ സ്നേഹിച്ചത് എൻ്റെ ആങ്ങളേനെയും ആങ്ങളുടെ മകളായിട്ടുള്ള എൻ്റെ അനന്തരവൾ സരിയൂനെയാണ്. അതുകൊണ്ട് തന്നെ ആ കമ്പനിക്ക് എൻ്റെ മക്കളുടെ പേര് പോലും ഇടാതെ ഞാൻ സരിയുടെ പേരായിട്ടത്. എനിക്ക് അത്ര വിശ്വാസമായിരുന്നു അവരെ. പിന്നീട് എന്താ സംഭവിച്ചു ചോദിക്കുമ്പോഴേക്കും അത് വേറൊന്നുമല്ല, ഞാനും എൻ്റെ ഭർത്താവും ഇയാളും കൂടി, എൻ്റെ ആങ്ങളെന്ന് പറഞ്ഞ ഇയാളും കൂടിയിട്ടാണ് ആ കമ്പനി തുടങ്ങിയത്. ആ സമയത്ത് ഞങ്ങളെല്ലാവരും ഒരു വീട്ടിൽ തന്നെയാണ് നിന്നിരുന്നത്. പിന്നീട് ഇയാളെന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവിന് വേറൊരു അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഇയാളെന്നെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവിനെ ഞാൻ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടുമായിരുന്നു. സത്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ ഭർത്താവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആ ഗ്യാപ്പിൽ ഇയാളും ഇയാളുടെ മോളും അതുപോലെ തന്നെ എൻ്റെ ഏടത്തിന്ന് പറഞ്ഞ സ്ത്രീയും കൂടിയിട്ട് സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടി പല നാടകങ്ങളും ഇവർ കളിച്ചു. എൻ്റെ മോൻ ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ വിവാഹം കഴിച്ചു. അവളെ പോലും കൊല്ലാൻ പോലും മടിക്കാത്ത ഒരാളാണ് ഇയാൾ. സ്വത്തുക്കളൊന്നും ഇയാൾക്ക് കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെയും എൻ്റെ ഭർത്താവിനെയും വരെ കൊല്ലാൻ നോക്കിയതാണ്. അതുമാത്രമല്ല, എൻ്റെ കുടുംബത്തിലെല്ലാവരും കൊല്ലാൻ നോക്കുന്നുണ്ട് ഇയാൾ. ഇന്ന് എൻ്റെ വീട്ടിൽ കടന്നു വന്നതുപോലും എൻ്റെ ഭർത്താവിനും എന്നെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് എന്നിങ്ങനെ പറയണം. ശരി, രൂപക്ക് പോകാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രൂപ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം വക്കീൽ പറയുന്നുണ്ട്, ഈ കേസിൻ്റെ തുടർവാദത്തിന് വേണ്ടിയിട്ട് ഞാൻ താര എന്നൊരു സ്ത്രീനെ വിളിക്കുകയാണ്. രൂപയുടെ ഭർത്താവും പിരിയാൻ കാരണം ഈ താര എന്ന് പറഞ്ഞ സ്ത്രീയാണ്. താര എന്ന് പറഞ്ഞ സ്ത്രീ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് യുവർ ഓണർ. ആ സ്ത്രീക്ക് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ സംസാരിക്കാൻ കഴിയാത്ത സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്നത് കല്യാണി ആയിരിക്കും. കല്യാണി കുറച്ച് നാൾ മുമ്പ് സംസാരിക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തവരുടെ ആംഗ്യ ഭാഷ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം പക്ഷേ കല്യാണിക്ക് സംസാരിക്കാൻ പറ്റും. ഞാൻ അവരെ വിളിക്കുകയാണെന്ന് പറയുമ്പോഴേക്കും ശരി, പ്രൊസീഡ് എന്ന് ജഡ്ജി പറയണം. അങ്ങനെ കല്യാണിയും താരയും പ്രതിക്കൂട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. കല്യാണി എടുത്ത് ജഡ്ജി ചോദിക്കേണ്ടത്, കല്യാണി എന്നല്ല പേര്, ചിത്രരചനയൊക്കെ വരയ്ക്കുന്ന അതേ സർ? ആ, അമേരിക്കയിലൊരു ചിത്രരചനയുടെ പ്രദർശനം ഉണ്ടായില്ലേ, ഞാൻ കണ്ടിരുന്നു, വളരെ നല്ലതായിരുന്നു, താങ്ക് യു സർ എന്നൊക്കെ കല്യാണി പറയാണ്. അപ്പോൾ തുടങ്ങിക്കോ എന്ന് പറയുമ്പോഴേക്കും ജഡ്ജി ചോദിക്കേണ്ടത്, നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയേണ്ടത്, ഇത് താരാൻ്റിയാണ്, ഞങ്ങളെല്ലാവരും താരയാണ്, താരാൻ്റി എന്ന് ഞങ്ങളെല്ലാവരും വിളിക്കുന്നത്. താരാൻ്റി ഒരു സാധാരണ ഒരു ജീവനക്കാരിയായിട്ട് സരിയു കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് ഈ രാഹുൽ എന്ന് പറഞ്ഞ ആൾ പ്രണയം നടിച്ച്
വേറൊരു രീതിയിൽ അവരുടെ ബന്ധം വളർന്നു മാത്രമല്ല താരാൻറ്റി അതിൽ ഗർഭിണിയാവുകയും ചെയ്തു. ഗർഭിണിയായെന്ന് അറിഞ്ഞ താരാൻറ്റിനെ ഇയാൾ കൈയൊഴിയായിരുന്നു ചെയ്തത്. ആ ഗർഭം പോലും എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ തലയിൽ ഇയാൾ കെട്ടിവെച്ചു. അതും പോരാൻ താരാൻറ്റിനെ കൊല്ലാൻ വരെ ഇയാൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. താരാൻറ്റി കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ പ്രസവിച്ചു, ജന്മം നൽകി. ആ കുഞ്ഞിനെ ജന്മം നൽകി ഉടനെ തന്നെ ഇയാൾ ആ കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. ഇയാളുടെ ഭാര്യയും അന്ന് പ്രസവിക്കാൻ കിടക്കായിരുന്നു. ഇയാളുടെ ഭാര്യയുടെ കുഞ്ഞ് മരിച്ചു പോവുകയാണ് ചെയ്തത്. ആ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് അതിൽ താരാനിയുടെ കുഞ്ഞെ കൊണ്ടു വെച്ച് പരമദുഷ്ടനാണ് ഇയാൾ. താരാനിയുടെ കുഞ്ഞ് ഇയാൾ നിഷേധിച്ചു. ഇയാളുടെ ഭാര്യ സ്വന്തം മകളായിട്ട് തന്നെ അവരുടെ മകളായിട്ട് തന്നെ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കുകയും ചെയ്തു. ഇപ്പോഴീ ഇടക്കാണ് അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. താരാനിയുടെ കുഞ്ഞാണ് ഇയാളുടെ കൂടെയും ഇയാളുടെ ഭാര്യയുടെ കൂടെ ഇപ്പം താമസിക്കുന്ന ഈ സരിയു എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും രാഹുലിൻ്റെ വക്കീലടന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഇതൊക്കെ പച്ചക്കള്ളമാണോ യുവറാണോ എന്ന് പറയുമ്പോഴേക്കും കിരണിൻ്റെ വക്കീൽ പറയുന്നുണ്ട്, പച്ചക്കള്ളമൊന്നുമില്ല, സത്യമാണ് യുവർ ഓണർ. ഈ രാഹുലിൻ്റെ താരയുടെ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൻ്റെ റിസൾട്ട് എല്ലാം തന്നെ യുവർ ഓണർ ഞാൻ വെച്ചിട്ടുണ്ട്, അവിടെ സമർപ്പിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കണം. താരേൻ്റെയും അതുപോലെ തന്നെ രാഹുലിൻ്റെയും കുഞ്ഞാണ് സരിയു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് നീചനാണ് ഇയാൾ. സംസാരിക്കാൻ പോലും കഴിവില്ലാത്ത ഈ സ്ത്രീ പാവം പ്രസവിച്ച ആ കുഞ്ഞിനെ പോലും എടുത്തു മാറ്റിയ ദുഷ്ടനാണ് ഇയാൾ എന്ന് പറയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ രാഹുലിൻ്റെ മുഖത്തേക്ക് ജഡ്ജി നോക്കുക കേട്ടോ. കല്യാണി പറയുന്നുണ്ട്, അത് പോരാണ്ട് ഈ താരാൻറ്റി എന്ന് പറഞ്ഞ ഇവരെ എൻ്റെ അങ്കിളാണ്, അതായത് കിരണേട്ടൻ്റെ അച്ഛനാണ് സ്വന്തം പെങ്ങളെ പോലെ നോക്കിയത് എന്ന് പറയാണ്. ആ സമയത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട്, അല്ല ഈ രാഹുൽ പറയുന്നുണ്ടല്ലോ താരയും എന്ന് പറഞ്ഞ സ്ത്രീയും ചന്ദ്രസേനും തമ്മിൽ വേണ്ടാത്ത ബന്ധമുണ്ടെന്ന്, അതിനെന്തെങ്കിലും സത്യമുണ്ടോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ താര ഇല്ല എന്നിങ്ങനെ കൈവച്ച് കാണിക്കുകയാണ്. കല്യാണി പറയണ്ട് ഇല്ല എന്നാണ് താരാൻറ്റി പറയണത്. താരാൻറ്റീനെ സ്വന്തം അനിയത്തിനെ പോലെയാണ് ചന്ദ്രസേനൻ, അതായത് എൻ്റെ അമ്മായച്ചൻ കണ്ടുകൊണ്ടിരുന്നത്. ഈ താരാൻറ്റിനെ പ്രണയം നടിച്ച് ഗർഭിണിയാക്കി ആ കുഞ്ഞിനെ മാറ്റിയതെല്ലാം തന്നെ ഈ രാഹുൽ എന്ന് പറഞ്ഞ ഇയാളാണ്. ആ കുഞ്ഞാണ് ഈ ഇരിക്കുന്ന സരിയു ഇവിടെ തന്നെ വന്നിട്ടുണ്ട് എന്ന് കല്യാണി പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സരിയുവിനാണെങ്കിൽ ദേഷ്യം വരാട്ടോ. കാരണം കോടതിക്ക് മുമ്പിൽ തന്നെയൊക്കെ സരിയുവിൻ്റെ ആ ഒരു ജന്മരഹസ്യം കൂടി കല്യാണി പറഞ്ഞല്ലോ എന്നാലോചിച്ചിട്ട് ശരി നിങ്ങൾക്ക് പോവാം എന്ന് ജഡ്ജി പറയാണ്. അങ്ങനെ കല്യാണിയും താരയും കൂടി അവിടെ നിന്ന് ഇറങ്ങി അവിടെ പോയി ഇരിക്കുക കേട്ടോ. അവിടെ ഇരിക്കുന്ന സമയത്ത് സരിയു ആണെങ്കിൽ കല്യാണിയെ ദേഷ്യത്തോട് നോക്കാണ്. കല്യാണി സരിയുവിനെ നോക്കുന്നുണ്ട്, താരയെ നോക്കുന്നുണ്ട്. പിന്നീട് ജഡ്ജി പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ അതിനെ വേണ്ടിയിട്ട് ഞാൻ സരിയുവിനെ വിളിക്കാമെന്ന് പറയാണ്. ശരി പ്രൊസീഡ് എന്ന് ജഡ്ജി പറയാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് സരിയു മനോഹർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സരിയു പോകുവാണ്. അതിനുശേഷം സരിയുവിനോട് ചോദിക്കേണ്ടത്, അല്ല നിങ്ങളുടെ അച്ഛന് പ്രതിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, അതിൽ നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, എൻ്റെ അച്ഛൻ ഒരിക്കലും പ്രതിയല്ല, എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ല. ഓഹോ, അപ്പോൾ വെറുതെ നിങ്ങളുടെ അച്ഛനോടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണല്ലേ? അതെനിക്കറിയില്ല, എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറയാണ്. അല്ല നിങ്ങളുടെ അച്ഛൻ ഇതാണെന്ന് നിങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതെ, എൻ്റെ അച്ഛൻ ഇത്രയും നാൾ ജീവിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. അച്ഛൻ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്യില്ല. എൻ്റെ അച്ഛൻ എല്ലാവരും കൂടി പ്രതിയാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഈ ചന്ദ്രസേനാണ് എല്ലാത്തിനും കാരണം. ഈ രൂപ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും ഇവരുടെ മക്കളും മരുമക്കളാണ് എല്ലാത്തിനും കാരണം. ഇവർ എൻ്റെ അച്ഛനെ ദ്രോഹിക്കുകയാണ്, എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛൻ പാവമാണ് എന്നൊക്കെ സരിയു പറയാണ്. ഓഹോ, അച്ഛൻ പാവമാണ്, നിങ്ങൾക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണല്ലേ? അതെ, എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ നൊന്ത് പ്രസവിച്ച നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ ഈ താര എന്ന് പറഞ്ഞ സ്ത്രീ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമൊന്നും ഇല്ലേ എന്ന് വക്കീൽ ചോദിക്കുമ്പോഴേക്കും സരിയു താരയുടെ മുഖത്തേക്ക് നോക്കുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.